CPIM സമ്മേളനത്തിലേക്ക് കടന്നു. മാർച്ച് സെക്രട്ടറി ആയതിനു ശേഷമുള്ള ആദ്യ സമ്മേളന നടപടികളാണ്. ഏരിയ സമ്മേളനത്തിലേക്ക് എത്തി. പക്ഷേ ഏറ്റവും ഒടുവിൽ കരുനാഗപ്പള്ളിയിൽ സമ്മേളന കാലയളവിലാണ് ഏരിയ കമ്മിറ്റി പിരിച്ചുവിടേണ്ടി വരുന്നത്. പണ്ടത്തെ മലപ്പുറം സമ്മേളനത്തിൻ്റെ ഒരു കാലഘട്ടത്തിലേക്ക് പാർട്ടി പോകുമോ എന്ന് പ്രവർത്തകർക്ക് ആശങ്കയുണ്ട്. ഒരാശങ്കയ്ക്ക് വഴിയില്ല. പാർട്ടി ശരിയായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് മാത്രമേ മുന്നോട്ടേക്ക് പോകുള്ളൂ. തെറ്റായ പ്രവണത ഏത് മേഖലയിലുണ്ടായാലും അതിനെ സംരക്ഷിക്കുന്ന ഉത്തരവാദിത്വം കേരളത്തിലെ പാർട്ടിക്കില്ല, പൊതുവായിട്ട് പാർട്ടിക്ക് ഏത് പാർട്ടിക്കും ഇല്ല. അതായത് സംസ്ഥാനം മാത്രമല്ല, ജില്ല ഉൾപ്പെടെ അടുത്ത് വരെ ചോദിച്ചാൽ ഒരു പാർട്ടിക്കും ഇല്ല. ഇപ്പോൾ കൊല്ലം ജില്ലയിലാണ് സംസ്ഥാന സമ്മേളനം നടത്താൻ തീരുമാനിച്ചത്. ആ ജില്ലയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രദേശമാണ്, പഴയകാലം മുതലേ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ പാരമ്പര്യമുള്ള പ്രസ്ഥാനമാണ്, പ്രധാനപ്പെട്ട കേന്ദ്രമാണ് കരുനാഗപ്പള്ളി. ആ കരുനാഗപ്പള്ളി ഏരിയയിൽ ഫലപ്രദമായിട്ട് പാർട്ടി സംഘടനാപരമായിട്ട് സമ്മേളനം നടത്തണം എന്ന നിലയിൽ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുകയും അതിനാവശ്യമായ പ്രവർത്തനങ്ങൾ മുഴുവൻ സംഘടനാപരമായിട്ടും രാഷ്ട്രീയമായിട്ടും തീരുമാനിച്ച് നിലപാട് സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോകുന്നതിനിടയിലാണ് തെറ്റായ പ്രവണതകൾ അവിടെ കാണുന്ന സ്ഥിതി ഉണ്ടായത്. അത് തിരുത്തണം എന്ന് അവരോട് പറഞ്ഞു. തിരുത്താൻ ആവശ്യമായ നിലപാട് സ്വീകരിക്കാമെന്ന് സമ്മതിച്ചു. പക്ഷേ സമ്മേളനം ആരംഭിക്കുമ്പോൾ വീണ്ടും തെറ്റായ പ്രവണതകളാണ് കാണുന്നത്. ആ പ്രവണതകൾ വെച്ചുകൊണ്ട് പാർട്ടി സമ്മേളനം നടത്തുന്നത് പാർട്ടിക്ക് ഗുണകരമായ ആരോഗ്യകരമായ ഒന്നല്ല എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് തന്നെയാണ് ആ ഏരിയ കമ്മിറ്റി തന്നെ പുനഃസംഘടിപ്പിക്കണം എന്ന് തീരുമാനിക്കുകയും ഇപ്പോൾ പുനഃസംഘടിപ്പിക്കുകയും പുതിയ അഡ്ഹോക് കമ്മിറ്റി നിലവിൽ വരികയും ചെയ്തിട്ടുള്ളത്. ഇനി ഈ അഡ്ഹോക് കമ്മിറ്റി ഉണ്ടായ സംഭവങ്ങളെല്ലാം യാതൊരു മുൻവിധിയില്ലാതെ കൃത്യമായ മൂല്യങ്ങളും, അതുപോലെ തന്നെ അതാണല്ലോ കമ്മ്യൂണിസ്റ്റ് മൂല്യം, അതുപോലെ തന്നെ മെറിറ്റും വെച്ച് പരിശോധിച്ച് അവരുടെ റിപ്പോർട്ട് കൂടി കിട്ടിയതിന് ശേഷം ആവശ്യമായ നിലപാട് അവിടെ ജില്ലാ സെക്രട്ടേറിയറ്റിനും ജില്ലാ കമ്മിറ്റിക്കും സ്വീകരിക്കാനാവും എന്നാണ് പാർട്ടി കണ്ടിട്ടുള്ളത്. ഇത്തരം ഒരു പ്രവണത എങ്ങനെയാണ്? മാഷ് വന്നതിന് ശേഷമുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം പാർട്ടി ക്ലാസുകൾ നിർബന്ധമാക്കി. മാത്രമല്ല, ഈ ബ്രാഞ്ച് കമ്മിറ്റി യോഗത്തിൻ്റെ മിനിറ്റ്സ് വരെ ഏരിയ കമ്മിറ്റിക്ക് അയക്കേണ്ട ഒരു സംഘടനാ ചട്ടത്തിലേക്ക് പാർട്ടി മാറിക്കഴിഞ്ഞൊരു വേളയിൽ എങ്ങനെയാണ് ഇതിങ്ങനെ സംഭവിക്കുന്നത്? അല്ല, പാർട്ടിക്കകത്ത് ജീർണത പല രീതിയിലും രൂപപ്പെട്ടു വരുന്നുണ്ട്. പക്ഷേ അതിനെയൊക്കെ നമ്മൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നതാണ് പ്രശ്നം. ഉണ്ടാവുന്ന തെറ്റായ പ്രവണതകളെ പാർട്ടി എങ്ങനെ കൈകാര്യം ചെയ്യുന്നു? ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു രീതിയുണ്ട്. ധീരജനെ കൊന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതി കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രമുഖനായ സുധാകരൻ ഉൾപ്പെടെയുള്ളവരുടെ സുഹൃത്താണ്. ആ സുഹൃത്തിനെ എൻ്റെ കുട്ടികളാണ് എന്ന് ന്യായീകരിച്ച് കൊലപാതകത്തെ അത് യഥാർത്ഥത്തിൽ അംഗീകരിക്കുകയാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് ചെയ്തിട്ടുള്ളത്. ധീരജിന് പോലെയുള്ള ഒരു SFI പ്രവർത്തകനെ എഞ്ചിനീയറിംഗ് കോളേജിൽ ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിൽ കയറി മൃഗീയമായിട്ട് വെട്ടി കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയാണെന്ന് എല്ലാവർക്കും അറിയാം. അവരെ സംരക്ഷിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി രംഗത്ത് വരുന്ന സ്ഥിതിയാണ് കോൺഗ്രസ് നേതൃത്വം ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് സുധാകരൻ അതിന് നേതൃത്വം കൊടുത്തിട്ടുള്ളത്. ഞങ്ങളുടെ നിലപാട് അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ നിലപാടാണ്. തെറ്റായ ഒരു പ്രവണതയെയും ഞങ്ങൾ വെച്ച് കുറിപ്പിക്കില്ല. ഞങ്ങളങ്ങനെ ഇടപെടുമ്പോൾ ഇപ്പോൾ മാധ്യമങ്ങൾ ഉൾപ്പെടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ, ഈ പാർട്ടിക്കകത്ത് വലിയ രീതിയിലൊക്കെ ഞങ്ങൾ ഇടപെടുന്നതിനെ അംഗീകരിക്കുകയല്ല ചെയ്യുന്നത്, ശരിക്കു വേണ്ടിയുള്ള ഒരു സമരത്തെ പ്രോത്സാഹിപ്പിക്കുകയല്ല ചെയ്യുന്നത്. ശരിക്കു വേണ്ടിയുള്ള പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന് മാത്രമല്ല, പോരാട്ടത്തെ അതിനെ വക്രീകരിച്ച് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമാക്കിയിട്ട് എങ്ങനെ മാറ്റാം എന്നാണ് ഇപ്പോഴും മാധ്യമങ്ങൾ പലതും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. പണ്ട് വലിയ വിഭാഗീയത നേരിട്ടതാണ്. സംസ്ഥാന തലത്തിൽ തന്നെ 2 പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾക്കെതിരെ നടപടിയെടുത്ത ഒരു വിഭാഗീയതയുടെ പഴയ ഓർമ്മ പാർട്ടി നിൽക്കുകയാണ്. അത്തരത്തിലുള്ള ഒരു പ്രാദേശിക പ്രവണതയിലേക്ക് പാർട്ടി പോകുന്നുണ്ടോ ഈ സമ്മേളന കാലയളവിൽ? കാരണം നേരത്തെ തന്നെ സംസ്ഥാന സെൻറ്റർ തീരുമാനിച്ചു മത്സര സ്വഭാവത്തിലാകരുത്, കൃത്യമായ ഐക്യത്തോടെ സമ്മേളനങ്ങൾ നടക്കണമെന്ന്. പക്ഷേ ചിലയിടങ്ങളിലെങ്കിലും സർക്കാരിനെതിരെ, ഒപ്പം പാർട്ടിക്കെതിരെ, പാർട്ടി നേതാക്കൾക്കെതിരെയൊക്കെയുള്ള ഒരു നീക്കങ്ങൾ നടക്കുന്നുണ്ടോ ചിലയിടത്ത്? അതെ, വിമർശനങ്ങളൊക്കെ ഉണ്ടാവും. വിമർശനങ്ങളൊന്നും പാടില്ല എന്ന് പാർട്ടി തീരുമാനിച്ചിട്ടില്ല. വിമർശനം നടത്തണം. വിമർശിച്ചുകൊണ്ട് മാത്രമേ പാർട്ടിയെ കരക്റ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. പാർട്ടിയുടെ മുന്നോട്ടേക്കുള്ള യാത്രയിൽ പാർട്ടി സംഘടനാപരമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കരുത്ത് വിമർശനവും സ്വയം വിമർശനവും തന്നെയാണ്. അങ്ങനെ സ്വയം വിമർശനം നടത്തുന്നതിൻ്റെ ഭാഗമായി സമ്മേളനത്തിൽ ഉയർന്നു വരുന്ന പ്രശ്നങ്ങളൊന്നും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ അലട്ടുന്ന പ്രശ്നമേ അല്ല. എന്ന് മാത്രമല്ല, അതിന് പ്രോത്സാഹനമാണ് CPIM നൽകുന്നത്. അതിൻ്റെ അവസാന വാക്ക്, അതിൻ്റെ മറുപടി കൂടി പൂർത്തിയാകുമ്പോഴല്ലേ അത് ശരിയായ രീതിയിൽ ആ റിപ്പോർട്ടിൻ്റെ മേലെയുള്ള ചർച്ചയ്ക്കുള്ള മറുപടിയോടുകൂടിയാണ് ആ അജണ്ട പൂർത്തിയാകുന്നത്. ഇവിടെ പല മാധ്യമങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് അജണ്ടയുടെ ഒരു ഭാഗമായ ചർച്ച മാത്രമേ അവർ മുന്നോട്ടേക്ക് പോകുന്നുള്ളൂ. ചർച്ചയുണ്ട്, ചർച്ചയ്ക്ക് ശേഷമുള്ള മറുപടിയുണ്ട്, മറുപടിക്ക് ശേഷമുള്ള അജണ്ടകളുണ്ട്. ആ അജണ്ടകൾ ഓരോന്നും കൃത്യമായിട്ട് കൈകാര്യം ചെയ്തു പോകണം, ജനാധിപത്യപരമായ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തു പോകണം എന്ന് തന്നെയാണ് പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പാർട്ടിക്കകത്തുള്ള വിമർശനത്തെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള നിലപാടാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ മാധ്യമങ്ങളിലെല്ലാം ചില വാർത്തകൾ കാണുമ്പോൾ
എന്തോ വല്ലാത്ത രീതിയിലുള്ള ഉൾക്കിടിലമാണ് ഉണ്ടാകുന്നതല്ല. ഞങ്ങൾക്കത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. അതിനെ പാർട്ടിക്കകത്ത് തന്നെ കൃത്യമായിട്ട് മറുപടി പറഞ്ഞുകൊണ്ട് പാർട്ടി കൈകാര്യം ചെയ്ത് മുമ്പോട്ടേക്ക് പോകുന്ന നിലയാണ് എല്ലാ സമയവും. അതിപ്പോൾ 38,000 പ്രായ സമ്മേളനത്തിലും ഉയർന്നു വന്നിട്ടുണ്ട്. വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വിമർശനങ്ങളൊന്നും ഇല്ലാതെ ഒരു പാർട്ടിയല്ല. വിമർശനമുണ്ട്, സ്വയം വിമർശനമുണ്ട്. അത് ലോക്കൽ സമ്മേളനത്തിലുണ്ട്. ഇപ്പോഴും ഏതാണ്ട് 207ഓളം വരുന്ന ഏരിയ സമ്മേളനങ്ങളാണ് നടക്കേണ്ടത്. ആ ഏരിയ സമ്മേളനത്തിലും വിമർശനമുണ്ട്. ഇനി ജില്ലാ സമ്മേളനത്തിൽ വിമർശനം ഉണ്ടാവും. ഇനി സംസ്ഥാന സമ്മേളനത്തിൽ വിമർശനം ഉണ്ടാവും. സംസ്ഥാന സമ്മേളനത്തിന് ശേഷമല്ലേ പാർട്ടി കോൺഗ്രസിലേക്ക് പോകുന്നത്. അപ്പോൾ അവിടെ സംഘടനാപരവും മറ്റു കാര്യങ്ങളും ചർച്ചയിൽ അതിൻ്റെയും ഭാഗമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിക്കപ്പെടും. അപ്പോൾ ഇതൊന്നും ഉന്നയിക്കപ്പെടാൻ പാടില്ല എന്നാണ് ചില ആളുകളുടെ ധാരണ. അതല്ല CPIMന്റെ ധാരണ. പിന്നെ വിഭാഗീയതയുമായിട്ട് ബന്ധപ്പെട്ട് മുമ്പുള്ളതുപോലെ ഒരു ചിത്രവും കേരളത്തിൽ ഇപ്പോഴില്ല. സംഘടനാപരമായോ രാഷ്ട്രീയമായ കാരണങ്ങളോ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഒരു വിഭാഗീയതയും പാർട്ടിക്കകത്ത് ഇപ്പോഴില്ല. എന്നാൽ അവിടെ ഇവിടെയൊക്കെ പ്രാദേശികമായ ചില പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുമ്പോട്ടേക്ക് പോവുകയാണ് ചെയ്യാം. പരിഹരിക്കാൻ പാർട്ടിയുടേതായ നിലപാടുകളും സമീപനങ്ങളും ഉണ്ട്. ആ സമീപനങ്ങളാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്.